കറിയോത്തിൽ യൂദാസിന്റെ ഭവനത്തിൽ. യൂദാസിന്റെ മനോഹരമായ വീട്ടിൽ ഈശോ സ്നേഹിതരോടൊപ്പം മേശയ്ക്കിരിക്കാൻ പോകുകയാണ്. യൂദാസിന്റെ അമ്മ നാട്ടിൻപുറത്തുള്ള അവരുടെ വീട്ടിൽ നിന്ന് ഈശോയെ സ്വീകരിക്കാനായി വന്നിട്ടുണ്ട്. ഈശോ അവരോട് പറയുന്നു, അത് പറ്റുകയില്ല. അമ്മയും ഞങ്ങളോട് കൂടെ ഇരിക്കണം. നമ്മളിവിടെ ഒരു കുടുംബം പോലെയാണ്. യാദൃശ്ചികമായി കയറി വരുന്ന അതിഥികൾക്കായി നൽകുന്ന ഒരു മര്യാദ സൽക്കാരമല്ലിത്. ഞാൻ നിന്റെ മകനെ സ്വീകരിച്ചു. അപ്പോൾ എന്നെ ഒരു മകനായി കരുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഒരു അമ്മയെപ്പോലെ ഞാൻ കരുതുന്നുണ്ട്, കാരണം നീ അതിന് അർഹയാണ്. എൻ്റെ സ്നേഹിതരെ, ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷവും വീട് പോലുള്ള അനുഭവവും ആയിരിക്കും. അപ്പസ്തോലന്മാരും മേരിമാരും രണ്ടുപേരും സമ്മതമായി തലകുലുക്കുന്നു. യൂദാസിൻ്റെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. ഈശോയുടെയും യൂദാസിൻ്റെയും ഇടക്കവർ ഇരിക്കുന്നു. അവരുടെ മുമ്പിൽ മേരിമാർ രണ്ടും. മേരിമാരുടെ ഇടക്ക് മാർജിയാം ഒരു ഭൃത്യ ഭക്ഷണം കൊണ്ടുവരുന്നു. ഈശോ അത് സമർപ്പിച്ച് ആശീർവദിച്ച് വിളമ്പുന്നു. യൂദാസിൻ്റെ അമ്മക്ക് അത് നിർബന്ധമായിരുന്നു. എപ്പോഴും ഈശോ ആദ്യം വിളമ്പിയത് യൂദാസിൻ്റെ അമ്മയ്ക്കാണ്. അതും ആ സ്ത്രീയെ കൂടുതൽ സ്പർശിച്ചു. യൂദാസിന് നിഗളവും അതേസമയം ചിന്താമഗ്നതയും. അവർ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഈശോ അപ്പോഴെല്ലാം യൂദാസിൻ്റെ അമ്മയ്ക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുകയും രണ്ട് ശിഷ്യകളെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മാർജിയാം അവൻ്റെ പങ്കു നിർവഹിച്ച് ഈശോയെ സഹായിക്കുകയാണ്. കാരണം അവൻ പറയുന്നു യൂദാസിൻ്റെ അമ്മയെയും അവന് വളരെ ഇഷ്ടമാണെന്ന്. അതിൻ്റെ നിദാനം എല്ലാ സ്ത്രീകളുടെയും എന്ന പോലെ അവരുടെ പേരും മേരി എന്നാണ്. അപ്പോൾ നീ കൊച്ചു വികൃതി, തടാകത്തിൻ്റെ അടുത്തുള്ള വീട്ടിൽ നമ്മളെ കാത്തിരിക്കുന്ന ആളിനോട് നിനക്കിഷ്ടമില്ലേ? കുറച്ച് ഗൗരവവും കാണിച്ച് പത്രോസ് ചോദിക്കുന്നു. ഓ, ഒത്തിരി സ്നേഹം അവൾ നല്ലവളാണെങ്കിൽ. അതിന് നീ സംശയിക്കേണ്ട. എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. ഞാനും അത് തന്നെ പറയുന്നു. കാരണം അവളുടെ അമ്മയോടും എന്നോടും വളരെ കാരുണ്യത്തോടെ എപ്പോഴും പെരുമാറുന്നവൾ തീർച്ചയായും നല്ലവളായിരിക്കണം. എന്നാൽ മകനെ, അവളുടെ പേര് മേരി എന്നല്ല. ഒരു വിചിത്ര പേരാണ് അവൾക്ക്. അവളുടെ അപ്പന് സമ്പത്ത് വർദ്ധിക്കാൻ ഇടയാക്കിയ ഒരു സാധനത്തിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. പോർഫീറിയ. ചുവന്ന പട്ട് മനോഹരവും വിലയേറിയതുമാണ്. എൻ്റെ ഭാര്യ സുന്ദരിയല്ല, എന്നാൽ അവളുടെ നന്മ നിമിത്തം വിലപ്പെട്ടവൾ. വളരെ സമാധാനവും ശാന്തതയും പരിശുദ്ധിയും ഉള്ളവളായതിനാൽ എനിക്കവളെ വളരെ ഇഷ്ടമാണ്. 3 നന്മകൾ സാധാരണ കാണാൻ ബുദ്ധിമുട്ടുള്ളവ അവളൊരു ബാലികയായിരുന്നപ്പോൾ തുടങ്ങി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ കഫർനാമിൽ മീനും കൊണ്ട് ചെല്ലുമ്പോൾ അവൾ വലയുടെ കേടുപോക്കുന്നതും വെള്ളം കോരാൻ പോകുന്നതും അടുക്കളത്തോട്ടത്തിൽ മൗനമായി പണി ചെയ്യുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചപലയായി അവിടെ പറന്നു നടക്കുന്ന ഒരു ശലഭമല്ലായിരുന്നു. ഒരു പൂവൻ്റെ കൂക്കല് കേട്ടാൽ തലയുയർത്തി നോക്കുന്ന കോഴിപ്പിടയുമല്ലായിരുന്നു. ഒരു മനുഷ്യൻ്റെ ശബ്ദം കേട്ടാൽ തലയുയർത്തി നോക്കുക പോലും ചെയ്തിരുന്നില്ല. അവളുടെ നന്മയും മനോഹരവുമായ മുടിയും ആകെയുള്ള സൗന്ദര്യം അവ മാത്രമാണ്. അത് നിമിത്തം ഞാൻ അവളെ സ്നേഹിച്ചു. വീട്ടിൽ ഒരടിമയെ പോലെയാണ് അവളോട് മറ്റുള്ളവർ പെരുമാറിയിരുന്നത്. അതിനാൽ എനിക്ക് ഭയവും തോന്നിയിരുന്നു. അവളോടൊന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. മറുപടി വളരെ വിഷമിച്ചാണ് ചുരുങ്ങിയ വാക്കുകളിൽ തന്നെ പറഞ്ഞിരുന്നത്. ശിരോവസ്ത്രം വലിച്ചിട്ട് തല ഒന്നുകൂടെ മറച്ച് വീട്ടിനുള്ളിലേക്ക് വലിഞ്ഞിരുന്നു. അവൾ എന്നെ ഒരു രാക്ഷസനായിട്ടാണോ കരുതുന്നത് എന്നറിയാൻ എത്ര ദീർഘനാൾ വേണ്ടിവന്നു. പിന്നീട് വിവാഹ നിശ്ചയം വരെ എന്തായിരുന്നു ബുദ്ധിമുട്ട്. എന്നാൽ അതേക്കുറിച്ച് എനിക്ക് തെല്ലും ഇച്ഛാഭംഗമില്ല. ഞാൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചാലും അവളെപ്പോലെ നല്ലവളായ ഒരുവളെ കണ്ടെത്തുകയുമില്ല. അവൾ നല്ലവളാണെന്ന് ഞാൻ പറയുന്നത് ശരിയാണോ ഗുരുവേ? ശരിയാണ്, അവൾ വളരെ നല്ലവളാണ്. അവളുടെ പേര് മേരി എന്നല്ലെങ്കിലും മാർജിയാം അവളെ സ്നേഹിക്കുമെന്ന് എനിക്കുറപ്പാണ്. മാർജിയാം, നീ അങ്ങനെ ചെയ്യുകയില്ലേ? ചെയ്യും. അവളുടെ പേര് മമ്മി എന്നല്ലേ? മമ്മിമാർ നല്ലതാ, അവരെ എല്ലാവരും സ്നേഹിക്കും. അനന്തരം യൂദാസ് അന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അപ്പസ്തോലന്മാരുടെ സന്ദർശന വിവരം അമ്മയോട് പറയാൻ പോയെന്നാണ്. പിന്നീട് ആൻഡ്രൂവിനോടുകൂടെ കറിയോത്തിനടുത്തുള്ള പ്രദേശത്ത് പ്രസംഗിക്കാൻ പോയി. അയാൾ പറയുന്നു, നാളെ എല്ലാവരും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നെ മാത്രം കണ്ടാൽ പോരാ, സാധിക്കുന്നിടത്തോളം നമ്മൾ 2 പേരായി പോകണം.
ഒരു യൂദയാക്കാരനും ഒരു ഗലീലിയനും, അതായത് ജോണും ഞാനും സൈമണും തോമസും മറ്റേ സൈമണും വന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ നിങ്ങൾ രണ്ടുപേരും ഈശോയുടെ കസിൻസ്. ഒരുമിച്ച് പോയിക്കൊള്ളൂ. നിങ്ങൾ ഈശോയുടെ കസിൻസ് ആണെന്നും എല്ലാവരോടും അറിയാൻ താല്പര്യം കാണിക്കാതിരുന്നവരോടും പറഞ്ഞു. പിന്നെ നിങ്ങൾ ഫിലിപ്പും ബെർത്തിലോമിയയും ഒരുമിച്ച് നഥാനിയേൽ ഈശോയെ അനുഗമിക്കാൻ വന്ന ഒരു റബിയാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അത് ജനങ്ങളിൽ കൂടുതൽ മതിപ്പുളവാക്കും. പിന്നെ നിങ്ങൾ മൂന്നും ഇവിടെ താമസിക്കൂ. തീഷ്ണനായവൻ വന്നു കഴിഞ്ഞാലുടനെ വീണ്ടും ഈ 2 പേരായി 2 ജോഡി കൂടെ ഉണ്ടാകും. പിന്നീട് നമ്മൾ മാറി മാറി പ്രസംഗിക്കും. അങ്ങനെ ജനങ്ങൾ എല്ലാവരെയും കാണാൻ ഇടയാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. യൂദാസ് വളരെ ഉത്സാഹമുള്ളവൻ. ഗുരുവേ, ഞാൻ 10 കൽപ്പനകളെക്കുറിച്ചാണ് സംസാരിച്ചത്. പ്രത്യേകിച്ച് ആ സ്ഥലവാസികളിൽ കുറവായി കാണുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ. യൂദ, നീ വളരെ കഠിനമായി സംസാരിക്കരുത്. എപ്പോഴും നീ ഈ കാര്യം ഓർക്കണം. അസഹിഷ്ണുത കൊണ്ടല്ല, കരുണ കൊണ്ടാണ് കൂടുതൽ നേട്ടമുണ്ടാവുന്നത്. നീയും ഒരു മനുഷ്യനാണെന്ന് വിസ്മരിക്കരുത്. സ്വയം പരിശോധിച്ച് വീഴ്ച എത്ര എളുപ്പമാണെന്നും തുറന്നടിച്ച് നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നീ എത്ര അസ്വസ്ഥനാകാറുണ്ടെന്നും നീ ഓർക്കണം. ഈശോ ഇത് പറയുമ്പോൾ യൂദാസിൻ്റെ അമ്മ ലജ്ജിച്ച് തല താഴ്ത്തുന്നു. ഗുരുവേ, വിഷമിക്കേണ്ട. ഞാൻ എല്ലാ കാര്യങ്ങളിലും നിന്നെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഗ്രാമത്തിൽ തുറന്നു കിടക്കുന്ന വാതിലിലൂടെ ഗ്രാമം കാണാം. 2ാം നിലയിലുള്ള മുറിയിലിരുന്ന് അവർ ഭക്ഷണം കഴിക്കുകയാണ്. ഗ്രാമത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ അവിടെ നിന്ന് നോക്കിയാൽ നന്നായി കാണാം. രോഗിയായ ഒരാൾ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. അയാളെ ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല. നീ എൻ്റെ കൂടെ അങ്ങോട്ട് വരാമോ? നാളെ വരാം യൂദാസേ, തീർച്ചയായും നാളെ വരാം. കൂടുതൽ രോഗികളുണ്ടെങ്കിൽ എന്നോട് പറയണം, അല്ലെങ്കിൽ കൊണ്ടുവരൂ. ഗുരുവേ, നീ തീർച്ചയായും എൻ്റെ പിതാവിൻ്റെ നാടിനെ അനുഗ്രഹിക്കുകയാണ്. അതെ, എന്നെ ഒരു തരത്തിലും ഉപദ്രവിക്കാതിരുന്നവരോട് വേണ്ടത്ര താല്പര്യം കാണിച്ചില്ലെന്ന് പറയാൻ ഇടവരരുതല്ലോ. ദുഷ്ടരെയും ഞാൻ സഹായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ കറിയോത്തിലെ നല്ലയാളുകളെ സഹായിക്കേണ്ടതല്ലേ? പിന്നെ മറക്കാതിരിക്കത്തക്ക വിധത്തിൽ എപ്പോഴും ഓർമ്മിക്കത്തക്ക അടയാളങ്ങൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത്, ഇനിയും ഒരിക്കലും ഇങ്ങോട്ട് വരികയില്ലേ? വീണ്ടും നമ്മൾ വരും. എന്നാൽ അമ്മ വന്നേ, സൈമണും അമ്മയും വന്നേ. മേരിയും സൈമണും കോവിന് കയറി 2ാം നിലയിലേക്ക് വരുന്നത് കണ്ട് മാർജിയാം വിളിച്ചു പറയുന്നു. അവരെല്ലാവരും എഴുന്നേറ്റ് അവരുടെ പക്കലേക്ക് പോകുന്നു. സന്തോഷത്തിൻ്റെയും വിസ്മയത്തിൻ്റെയും അഭിവാദ്യങ്ങളുടെയും തിരക്ക്. സീറ്റുകൾ തള്ളി മാറ്റുന്ന ശബ്ദം. എന്നാൽ വേറൊന്നും ശ്രദ്ധിക്കാതെ മേരി ആദ്യം ഈശോയെ അഭിവാദ്യം ചെയ്യുന്നു. പിന്നീട് യൂദാസിൻ്റെ അമ്മയെയും. യൂദാസിൻ്റെ അമ്മ വളരെ താണു മേരിയെ വണങ്ങുന്നു. ദീർഘനാൾ കാണാതിരുന്ന ശേഷം കണ്ടുമുട്ടുന്ന ഒരു പ്രിയപ്പെട്ട സ്നേഹിതയെ എന്ന പോലെ മേരി യൂദാസിൻ്റെ അമ്മയെ ആലിംഗനം ചെയ്ത് എഴുന്നേൽപ്പിക്കുന്നു. അവർ മുറിയിലേക്ക് പിന്തിരിഞ്ഞു. പുതിയ ഭക്ഷണം കൊണ്ടുവരാൻ യൂദാസിൻ്റെ അമ്മ ഭൃത്യയ്ക്ക് നിർദ്ദേശം നൽകി. ഇതാ മകനെ, ഏലിശായുടെ അഭിവാദനങ്ങൾ എന്നു പറഞ്ഞുകൊണ്ട് മേരി ഒരു ചെറിയ തുകൽ ചുരുൾ ഈശോയുടെ കയ്യിൽ കൊടുത്തു. ഈശോ അത് വാങ്ങി നിവർത്തി വായിച്ച ശേഷം പറയുന്നു, എനിക്കറിയാമായിരുന്നു, എനിക്ക് തീർച്ചയുണ്ടായിരുന്നു. എൻ്റെ പേർക്കും അമ്മയ്ക്കും നന്ദി. നീ തീർച്ചയായും രോഗികളുടെ ആരോഗ്യമാണ്. ഞാനോ? ഞാനല്ല മകനെ, ഞാനല്ല. അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ സഹായി. പിന്നീട് അപ്പസ്തോലന്മാരുടെയും ശിഷ്യകളുടെയും നേർക്ക് തിരിഞ്ഞു പറയുന്നു, ഏലീശ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ സമാധാനമേ തിരിച്ചു വരും. നിന്നെ സ്നേഹിക്കാൻ മാത്രമല്ല സേവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിയുടെ മനോവേദനയും വിഷാദവും നമ്മൾ നീക്കി ഒരു നല്ല ശിഷ്യയെ നേടുകയും ചെയ്തു. നമുക്ക് തിരിച്ചു ചെല്ലാം. കർത്താവിൻ്റെ ശിഷ്യകളായിരിക്കുന്ന സ്ത്രീകളെയും കാണാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. സാവധാനത്തിൽ അവൾ സുഖം പ്രാപിക്കുന്നു. പഴയതിലേക്ക് വഴുതി വീഴുന്നില്ല. പാവം ഏലീശ ഇടയ്ക്ക് ഭയപ്പെടുത്തുന്ന വിധം ചഞ്ചലചിത്തയാകാറുണ്ട്, ഇല്ലേ സൈമൺ? ഒരുവിധം എൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ താല്പര്യം കാണിച്ചു. എന്നാൽ ഡാനിയേലിൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ടുപോയി പിന്നീടുണ്ടായ കരച്ചിലും ബഹളവും ഒന്ന് സമാധാനപ്പെടുത്താൻ ഞങ്ങൾ നന്നേ ബുദ്ധിമുട്ടേണ്ടി വന്നു. സൈമൺ നല്ല സമർത്ഥനാണ്. ഏലീശായ്ക്ക് സാധാരണ ജീവിത രീതിയിലേക്ക് തിരിച്ചു വന്നാൽ കൊള്ളാമെന്ന ആഗ്രഹം. എന്നാൽ ബെത്സൂറിലെ ചുറ്റുപാടുകൾ ദുഃഖസ്മരണകൾ നിറഞ്ഞതും നമുക്ക് യോവനയെ വിളിക്കാമെന്ന് സൈമൺ അഭിപ്രായപ്പെട്ടു. അവളെ വിളിക്കാൻ സൈമൺ പോയി. തിരുനാൾ കഴിഞ്ഞപ്പോൾ അവൾ ബത്തേറിലേക്ക് പോയിരുന്നു. യൂദയായിലുള്ള അവളുടെ പ്രസിദ്ധമായ റോസ് തോട്ടം സൈമൺ പറയുന്നത് അതൊരു സ്വപ്നലോകമാണെന്നാണ്. റോസാ ചെടികൾ കൊണ്ട് മൂടിയിരിക്കുന്ന കുന്നിൻപുറങ്ങൾ കണ്ടപ്പോൾ പറുദീസയാണെന്ന് തോന്നിപ്പോയി. യോവന്ന ഉടനെ തന്നെ വന്നു.
മക്കളുടെ മരണത്തിൽ വിലപിക്കുന്ന ഒരമ്മയുടെ സ്ഥിതി മനസ്സിലാക്കാൻ അവൾക്ക് കഴിവുണ്ട്. ഏലീശായ്ക്ക് അവളെ വളരെ ഇഷ്ടമായി. അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. യോവന്ന പറയുന്നത് അവളെ ബെത്സൂറിൽ നിന്നും മാറ്റി സ്വന്തം മാളികയിലേക്ക് കൊണ്ടുപോകണമെന്നാണ്. അവൾ അതിൽ വിജയിക്കും. കാരണം അവളൊരു പ്രാവിനെ പോലെ ഇണങ്ങുന്നവളും അതേസമയം സ്വന്തം തീരുമാനങ്ങളിൽ പാറ പോലെ ഉറച്ചവളുമാണ്. നമ്മുടെ മടക്കയാത്രയിൽ നമ്മൾ ബെത്സൂറിലേക്ക് പോകാം. അവിടുന്ന് വേർപിരിയാം. ശിഷ്യകളെല്ലാവരും ഏലീശായുടെയും യോവന്നയുടെയും കൂടെ കുറച്ചു ദിവസം താമസിക്കട്ടെ. നമ്മൾ യൂദയായിൽ കൂടെ കടന്നുപോയിട്ട് പന്തക്കുസ്ത തിരുനാളിൽ ജെറുസലേമിൽ ഒരുമിച്ച് കൂടാം. ഇപ്പോൾ പരിശുദ്ധ കന്യക മേരിയെയും യൂദാസിൻ്റെ അമ്മ മേരിയെയും ഞാൻ കാണുന്നു. അവർ പട്ടണത്തിലെ വീട്ടിലില്ല, നാട്ടിൻ പുറത്തുള്ള അവരുടെ വീട്ടിലാണ്. അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പസ്തോലന്മാരെല്ലാവരും വെളിയിൽ ഈശോയുടെ അടുത്താണ്. ശിഷ്യകളും ബാലനും അവരുടെ മനോഹരമായ ആപ്പിൾ തോട്ടത്തിലാണ്. അവർ സംസാരിക്കുന്ന ശബ്ദവും കേൾക്കാം. ബാലൻ കളിക്കുന്ന സമയത്ത് അവർ തുണികളെല്ലാം കഴുകുകയായിരിക്കാം. മങ്ങിയ വെളിച്ചത്തിൽ ഒരു മുറിയിലിരുന്ന് യൂദാസിൻ്റെ അമ്മ മേരിയോട് സംസാരിക്കുകയാണ്. സമാധാനമുള്ള ഈ ദിവസങ്ങൾ എനിക്കൊരു സ്വപ്നം പോലെയാണ്. വളരെ ഹ്രസ്വം, അതെ, തീരെ കുറച്ച് സമയത്തേക്ക് മാത്രം. നമ്മൾ സ്വാർത്ഥതയുള്ളവരാകരുതെന്ന് എനിക്കറിയാം. ആ സാധുശ്രീയുടെ പക്കലേക്കും സ്തംഭരായ അനവധി ആളുകളുടെ അടുത്തേക്കും നീ പോകേണ്ടത് ആവശ്യമാണെന്ന് എനിക്കറിയാം. എന്നാൽ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ, എനിക്കതിനുള്ള സമയം ലഭിച്ചിരുന്നെങ്കിൽ, നിന്റെ കൂടെ വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ എനിക്ക് കഴിയുകയില്ല. എൻ്റെ മകനില്ലാതെ എനിക്ക് ബന്ധുക്കളാരുമില്ല. കുടുംബസ്വത്തുക്കൾ അന്വേഷിക്കാൻ ഞാൻ മാത്രമേയുള്ളൂ. എനിക്ക് മനസ്സിലാകുന്നു, മകനിൽ നിന്ന് അകന്നിരിക്കുന്നത് വേദനയുള്ള കാര്യമാണ്. അമ്മമാരായ നമ്മളെപ്പോഴും മക്കളുടെ കൂടെയായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ഒരു വലിയ കാരുണ്യത്തിനായിട്ടാണ് അവരെ നമ്മൾ നൽകുന്നതും അതിനാൽ അവർ നഷ്ടമാകുന്നില്ല. മരണത്തിൽ പോലും പുത്രന്മാരെ നമ്മിൽ നിന്ന് അകറ്റാൻ കഴിവില്ല. ദൈവതൃക്കണ്ണുകളിൽ അവരും നമ്മുടെ കൃപാവരമുള്ളവരാണെങ്കിൽ, എന്നാൽ നമ്മുടെ മക്കൾ ഇപ്പോഴും ലോകത്തിലുണ്ടല്ലോ. ലോകത്തിൻ്റെ നന്മയ്ക്കായി ദൈവഹിതമനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അവർ പറിച്ച് മാറ്റപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ തന്നെയും എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവരുടെ അടുക്കലെത്താം. അവരുടെ പ്രവൃത്തികളുടെ പ്രതിധ്വനി തന്നെ നമ്മുടെ ഹൃദയത്തിന് ഒരു തലോടലാണ്. അവരുടെ പ്രവൃത്തികൾ അവരുടെ ആത്മാക്കളുടെ സൗന്ദര്യവും. നിന്റെ മകൻ നിനക്ക് എന്താണ് സ്ത്രീയെ? യൂദാസിൻ്റെ അമ്മ താണസ്വരത്തിൽ ചോദിക്കുന്നു. പരിശുദ്ധ അമ്മ ഉടനെ മറുപടി പറയുന്നു, അവൻ എൻ്റെ ആനന്ദമാണ്. നിന്റെ ആനന്ദം. ഇങ്ങനെ പറയുകയും പൊട്ടിക്കരയുകയും ചെയ്തുകൊണ്ട് യൂദാസിൻ്റെ അമ്മ കരച്ചിൽ മറക്കാൻ തല താഴ്ത്തുകയും ചെയ്യുന്നു. നെറ്റി അവളുടെ കാൽമുട്ടിൽ തൊടത്തക്ക വിധം അത്രയധികമായി കുനിഞ്ഞു. പാവം എൻ്റെ സ്നേഹിതേ, നീ എന്തുകൊണ്ടാണ് കരയുന്നത്? എന്തുകൊണ്ടാണ്? എന്നോട് പറയൂ. എൻ്റെ മാതൃത്വത്തെക്കുറിച്ച് എനിക്ക് സന്തോഷമാണ്. എന്നാൽ സന്തോഷമില്ലാത്തവരെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെ, സന്തോഷമില്ലാത്തവർ. അവരിൽ ഒരാളാണ് ഞാൻ. നിന്റെ പുത്രൻ നിന്റെ ആനന്ദമാണ്, എൻ്റെ മകൻ എൻ്റെ ദുഃഖവും. ഇതുവരെ അവൻ അങ്ങനെയായിരുന്നു. ഇപ്പോൾ അവൻ നിന്റെ പുത്രൻ്റെ കൂടെയായതുകൊണ്ട് എനിക്ക് അത്ര വലിയ ദുഃഖമില്ല. നിന്റെ പുത്രൻ്റെ സുസ്ഥിതിക്കും വിജയത്തിനും വേണ്ടി ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നത് നീയാണല്ലോ. അനുഗ്രഹീതയായ നീ കഴിഞ്ഞാൽ ഏറ്റവും അധികം നിന്റെ പുത്രന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാനാണ്. നിന്നോട് സംസാരിക്കുന്ന ഈ ദുഃഖിതയായ അമ്മയാണ്. എന്നോട് നേര് പറയാമോ? എൻ്റെ മകനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? നമ്മൾ രണ്ട് മാതാക്കൾ മാത്രം, നമ്മുടെ മധ്യേ ദൈവവും. നമ്മൾ നമ്മുടെ പുത്രന്മാരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിന്റെ പുത്രനെക്കുറിച്ചും സംസാരിക്കുക നിനക്ക് എളുപ്പമാണ്. എൻ്റെ പുത്രനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ എന്നോട് തന്നെ ബലം പ്രയോഗിക്കേണ്ടി വരുന്നു. എന്നാൽ തന്നെയും എത്രയധികം നന്മ അഥവാ എത്രയധികം ദുഃഖം ഈ സംഭാഷണത്തിൽ നിന്ന് എനിക്കുണ്ടാകാൻ പാടുണ്ട്. അത് ദുഃഖമാണെങ്കിൽ തന്നെ അതേക്കുറിച്ച് സംസാരിക്കുന്നതും ഒരാശ്വാസമായിരിക്കും. ബെത്സൂറിലെ സ്ത്രീ അവളുടെ പുത്രന്മാരുടെ മരണനിമിത്തം മിക്കവാറും ഒരു മാനസിക രോഗിയെ പോലെയായി, ഇല്ലേ? എന്നാൽ നിന്നോട് ഞാൻ ശപഥം ചെയ്തു പറയുന്നു, ഞാൻ എൻ്റെ യൂദാസിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതും ഇപ്പോഴും ചിന്തിക്കുന്നതും അവൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തവനായി ജീവിക്കുന്നത് കാണുന്നതിനേക്കാൾ ഭേദം അവൻ മരിച്ച അവൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ വിലപിക്കുന്നത് ആയിരിക്കുമെന്നാണ്. എൻ്റെ മകനെ ഞാൻ നോക്കുമ്പോൾ അവൻ സുന്ദരനാണ്, ആരോഗ്യവാനാണ്, ബുദ്ധിയുള്ളവനുമാണ്. എന്നാൽ അവൻ നല്ലവനല്ല, സൽഗുണങ്ങളില്ല, മനസ്സ് നേരെയുള്ളതല്ല, വികാരങ്ങളിൽ നിയന്ത്രണമുള്ളവനുമല്ല. എന്നോടൊന്ന് പറയൂ, നീ എൻ്റെ മകനെക്കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് തുറന്നു പറയൂ.
ആ ഒരു കാര്യം 1 വർഷമായി എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ആരോടാണോ ഒന്ന് ചോദിക്കുന്നത്? പട്ടണത്തിലുള്ള വല്ലവരോടും ചോദിക്കാൻ പറ്റുമോ? മിശിഹ അവതരിച്ചിട്ടുണ്ടെന്നും യൂദാസ് അവൻ്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുകയാണെന്നും മറ്റും അവരാരും അറിഞ്ഞിട്ടില്ല. എനിക്ക് ആഗ്രഹമായിരുന്നു. അവനൊരു പെസഹ കഴിഞ്ഞു വന്നപ്പോൾ പറഞ്ഞു. വലിയ ആഹ്ലാദത്തോടെ, ഒരു നിയന്ത്രണവുമില്ലാതെ, പതിവ് പോലെ, പെട്ടെന്നൊരു അനുഭൂതിയോടെ, അമ്മയുടെ ഉപദേശത്തോട് പതിവ് പോലെ പരിഹാസം കാട്ടിക്കൊണ്ട് പറഞ്ഞു. ജെറുസലേമിലുള്ള അവൻ്റെ കൂട്ടുകാരോട് എങ്ങനെ ചോദിക്കും? വിശദമായ വിവേകവും പ്രത്യാശയും എന്നെ അതിൽ നിന്ന് തടഞ്ഞു. യൂദാസ് മിശിഹായെ അനുഗമിക്കുകയാണ് എന്ന് എനിക്ക് സ്നേഹിക്കാൻ കഴിയാത്തവരോട്, വിശദമായി ജീവിക്കാത്തവരോട് പറയാൻ പറ്റുന്നില്ല. അവൻ്റെ എല്ലാ ഭൗതികങ്ങളും പോലെ ഇതും അവസാനിച്ചു കൊള്ളും എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റുള്ളവരുടെ പ്രയാസങ്ങളോ കണ്ണീരോ ഒന്നും അവന് പ്രശ്നമല്ല. 2 പെൺകുട്ടികളെ അവൻ സ്നേഹിക്കുന്നതായി കാണിച്ചു, പക്ഷേ വിവാഹം ചെയ്തില്ല. പല സ്ഥലങ്ങളിലും അവന് പോകാൻ പറ്റുകയില്ല, കാരണം അവിടെ ചെന്നാൽ അടികിട്ടും. ദേവാലയത്തിൽ വന്നു കൂടുന്നത് തന്നെ വെറും ഒരു തോന്നലിനനുസരിച്ചാണ്. എന്താണ് വേണ്ടതെന്ന് അവന് തന്നെ അറിഞ്ഞുകൂടാ. അവൻ്റെ അപ്പൻ, ദൈവം അയാളോട് ക്ഷമിക്കട്ടെ, അവനെ വഷളാക്കി. എൻ്റെ വീട്ടിലെ ഈ 2 പുരുഷന്മാരുടെ മേൽ എനിക്ക് ഒരു അധികാരവും ഇല്ലായിരുന്നു. കരയാൻ മാത്രം, എല്ലാ തരത്തിലുള്ള നിന്ദകൾ സഹിച്ച് പാപപരിഹാരമായി അർപ്പിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. യോവന്ന മരിച്ചപ്പോൾ ആരും എന്നോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കി. യൂദാസ് അവൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ചങ്കുപൊട്ടിയാണ് അവൾ മരിച്ചത്. അവളുടെ യൗവനകാലം മുഴുവൻ അവനു വേണ്ടി കാത്തിരുന്നു. ജെറുസലേമിൽ ഉണ്ടായിരുന്ന സ്നേഹിതരെ അവൻ വളരെ സമ്പന്നയായ ഒരു സ്ത്രീയുടെ മകളെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞയച്ചു. ആ സ്ത്രീക്കും സൈപ്രസ് വരെ കടകളുണ്ട്. ഈ വിവരം എല്ലാവരും അറിഞ്ഞു. മരിച്ചുപോയ യൂതിയുടെ അമ്മ എന്നെ ഏറെ ശകാരിച്ചു. ഞാൻ കൂടെ ഒത്തുകൊണ്ടാണത് ചെയ്തതെന്ന് വിചാരിച്ചാണ്. ഞാനൊന്നും ചെയ്തിട്ടേയില്ല. അവൻ്റെ മേൽ എനിക്ക് ഒരു അധികാരവുമില്ല. കഴിഞ്ഞ വർഷം ഗുരു ഇവിടെ വന്നപ്പോൾ അവനെ ഗുരു മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ ഗ്രഹിച്ചു. എനിക്ക് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു, എന്നാൽ എൻ്റെ മകനെ സൂക്ഷിച്ചു കൊള്ളണം. അവൻ അത്യാഗ്രഹിയാണ്, കഠിനഹൃദയനും ദുഷ്ടനും അഹങ്കാരിയും സ്ഥിരതയില്ലാത്തവനുമാണ് എന്നൊരമ്മ സ്വന്തം മകനെക്കുറിച്ച് പറയേണ്ടി വരുന്നതും എത്ര വിഷമമാണ്. വാസ്തവത്തിൽ അവൻ ഇങ്ങനെയെല്ലാമാണ്. അനേകം അത്ഭുതങ്ങൾ ചെയ്യുന്ന നിന്റെ പുത്രൻ എൻ്റെ യൂദാസിനു വേണ്ടിയും ഒരു അത്ഭുതം ചെയ്യണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ എന്നോട് പറയൂ, നീ അവനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് ദയവായി എന്നോട് പറയൂ. മേരി സഹതാപം നിറഞ്ഞ ദുഃഖത്തോടെ ഈ സമയമെല്ലാം മൗനമായി ആ അമ്മയുടെ മാതൃഹൃദയത്തിൻ്റെ വിലാപം ശ്രദ്ധിച്ചു കേൾക്കുകയായിരുന്നു. നീതിയായി വിരിക്കുന്ന മേരിയുടെ ആത്മാവ് ഇവയൊന്നും നിരാകരിച്ചില്ല. എന്നാൽ താഴ്ന്ന സ്വരത്തിൽ, പാവം അമ്മ, ഞാൻ എന്തു ചിന്തിക്കുന്നു? ശരി, നിന്റെ മകൻ ആത്മാവിൽ തെളിവുള്ള ജോണിനെ പോലെയോ എളിയവനായ ആൻഡ്രുവിനെ പോലെയോ മാറ്റം വരണമെന്ന് ആഗ്രഹിച്ച് മാറ്റം വരുത്തിയ ഉറപ്പുള്ള മാത്യുവിനെ പോലെയോ അല്ല. അവന് സ്ഥിരതയില്ല. അതെ, അവന് സ്ഥിരതയില്ല. എങ്കിലും നമുക്ക് 2 പേർക്കും കൂടെ, നീയും ഞാനും കൂടെ അവന് വേണ്ടി ശക്തിയായി പ്രാർത്ഥിക്കാം. കരയാതിരിക്കൂ. ഒരു പക്ഷേ നിന്റെ മാതൃസ്നേഹമുള്ളതിൽ കൂടുതൽ വഷളത്വം അവനിൽ കാണുന്നതായിരിക്കാം. അല്ല അല്ല, ഞാൻ കാണുന്നത് ശരി തന്നെയാണ്. എനിക്ക് പേടിയാകുന്നുണ്ട്. യൂദാസിൻ്റെ കരച്ചിൽ മുറിയിൽ തങ്ങി നിൽക്കുന്നു. മങ്ങിയ വെളിച്ചത്തിൽ മേരിയുടെ വിളറിയ മുഖം ഒന്നുകൂടെ വിളറിക്കാണുന്നു. കർത്താവിൻ്റെ അമ്മയുടെ സംശയം മുഴുവൻ ഈ ഏറ്റുപറച്ചിലുകൾ ഉറപ്പിച്ചു. എന്നാൽ മേരി സ്വയം നിയന്ത്രിക്കുന്നു. യൂദാസിൻ്റെ അമ്മയെ ആലിംഗനം ചെയ്ത് തലോടി ആശ്വസിപ്പിക്കുന്നു. യൂദാസിൻ്റെ അമ്മ ഒരു മറയും കൂടാതെ അവൻ്റെ എല്ലാ ദുസ്വഭാവങ്ങളും അഭിനയങ്ങളും വിവരിച്ചു പറഞ്ഞ ശേഷം ഇങ്ങനെ സമാപിക്കുന്നു. നിന്റെ മകൻ സ്നേഹപൂർവ്വം എന്നെ ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ എൻ്റെ പുത്രനെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. ഞാൻ ഈശോയോടും അതേക്കുറിച്ച് ചോദിച്ചിട്ടില്ല. എന്നാലും എനിക്കറിയാം, ഈശോ തൻ്റെ കാരുണ്യത്തെ അനുഗ്രഹത്തിലാണെന്നും ബഹുമാനിക്കുന്നതെങ്കിലും ഈ പെരുമാറ്റത്തിലൂടെ യൂദാസിനോട് ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. ഒരമ്മയോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് നീ മനസ്സിലാക്കുക, അതോർത്തിരിക്കുകയും ചെയ്യുക. ഇപ്പോൾ അവൻ നല്ലവനായിട്ടാണ് കാണപ്പെടുന്നത്. ഓ, അത് യഥാർത്ഥമായിരുന്നെങ്കിൽ എന്നെ സഹായിക്കണമേ. നിന്റെ പ്രാർത്ഥനയിൽ എന്നെ സഹായിക്കണമേ. പരിശുദ്ധിയായ നീ പ്രാർത്ഥിക്കണം. ദൈവം അവന് നൽകിയ കൃപാവരത്തിന് അവൻ അർഹതയില്ലാത്തവനായി തീരാതിരിക്കാൻ നീ പ്രാർത്ഥിക്കണം. അവന് ജന്മം നൽകി വളർത്തി എന്നെ സ്നേഹിക്കുകയോ എന്നോട് നന്ദി കാണിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ സാരമില്ല. അവൻ ഈശോയെ വാസ്തവത്തിൽ സ്നേഹിച്ചെങ്കിൽ മതിയായിരുന്നു.
വിശ്വസ്തയോടും നന്ദിയോടും കൂടെ ഈശോയ്ക്ക് സേവനം ചെയ്തെങ്കിൽ മതിയായിരുന്നു. അത് സാധിക്കുന്നില്ലെങ്കിൽ ദൈവം അവൻ്റെ ജീവൻ എടുത്തു കൊള്ളട്ടെ. അവൻ്റെ കബറിടത്തിലായിരിക്കുന്നുവെന്നതാണ് ഭേദം. അപ്പോൾ അവൻ എൻ്റേതായിരിക്കുമല്ലോ. കാരണം അവന് തിരിച്ചറിവായത് മുതൽ ഒരിക്കലും എൻ്റേതായിരുന്നില്ല. ഒരു ചീത്ത അപ്പസ്തോലനാകുന്നതിനേക്കാൾ ഭേദം മരിച്ചു പോകുന്നതാണ്. അതിനായി ഞാൻ പ്രാർത്ഥിക്കട്ടെയോ? നീ എന്തു പറയുന്നു? ഏറ്റവും നല്ലത് നൽകാൻ കർത്താവിനോട് നീ പ്രാർത്ഥിക്കുക. ഇനിയും കരയാതിരിക്കൂ. വേശ്യകളും പുറംജാതികളും എൻ്റെ പുത്രൻ്റെ പാദത്തിങ്കൽ എത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പാപികളും ചുങ്കക്കാരും വരുന്നു. അവൻ്റെ കൃപയാൽ അവരെല്ലാം കുഞ്ഞാടുകളായി മാറുന്നു. പ്രതീക്ഷയുള്ളവളായിരിക്കൂ മേരി, പ്രത്യാശയുള്ളവളായിരിക്കൂ. അമ്മയുടെ ദുഃഖം മക്കളെ രക്ഷിക്കുന്നു. നിനക്കതറിഞ്ഞുകൂടെ? സഹതാപം നിറഞ്ഞ ആ ചോദ്യത്തോടെ ദർശനം അവസാനിക്കുന്നു.